ഗ്രീൻ ലൈഫ് ആർട്ട് ഹബിൽ ഇന്ന് ഇതം പാരമിതം എന്ന വിജി തമ്പി മാഷ് നോവലായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇതം പാരമിതം, ഇതം എന്ന് പറഞ്ഞാൽ ദിസ് എന്നാണ് അർത്ഥം. പാരമിതം എന്ന് പറഞ്ഞാൽ ബിയോണ്ട്നെസ്, അപ്പുറത്ത് എന്നുള്ളതാണ്. അപ്പോൾ ഇത് അപ്പുറത്തേക്ക് പോകുന്ന ഒരു നോവലാണ് ഇതം പാരമിതം എന്ന് പറയുന്നത്. ഇതം പാരമിതത്തിന് വിജി തമ്പി മാഷുടെ ഈ പുസ്തകം പബ്ലിഷ് ചെയ്തിട്ടുള്ളത് മാതൃഭൂമി ആണ്. ഇതം പാരമിതം എന്ന നോവലിനെ പറ്റി ഇതിൽ ആശാ മേനോൻ പറയുന്നത്, അതിന് അദ്ദേഹം എഴുതിയുള്ള മുഖക്കുറിപ്പിൽ, ഇതം പാരമിതത്തിലെ ഓരോ അനുച്ഛേദത്തിലൂടെയും കടന്നു പോകുമ്പോൾ മഹുവാ വൃക്ഷത്തളിരുകളുടെ ഗന്ധമല്ലേ നമ്മളെ തഴുകുക എന്ന് ചിന്തിച്ചു പോവുകയാണ്. അപ്പോൾ അപ്പുറം എന്താ എന്നാരായുന്ന അപാരതയെ തേടുന്ന ഗ്രന്ഥം, അപ്പുറം എന്തെന്ന് ആരായുന്ന അപാരതയെ തേടുന്ന ഗ്രന്ഥമാണ് വിജി തമ്പി മാഷുടെ ഈ ഇതം പാരമിതം എന്ന നോവൽ എന്നാണ് ആശാ മേനോൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ബോബി ജോസ് കട്ടിക്കാട് എഴുതിയിട്ടുള്ള ഇതം പാരമിതത്തിലെ ഇടങ്ങൾ അനന്യമാണ്, സൂക്ഷ്മവും സ്നിഗ്ധവുമായ ആവിഷ്കാരങ്ങളാണ് അത്. അതുപോലെ വിസ്മൃതിയുടെ ഒരു കടലിൽ നിന്ന് അനവധി ദേശങ്ങളെ കടഞ്ഞെടുക്കുകയാണ്. വിസ്മൃതിയുടെ ഒരു കടലിൽ നിന്ന് അനവധി ദേശങ്ങളെ കടഞ്ഞെടുക്കുകയാണ് എന്നാണ് ബോബി ജോസ് കട്ടിക്കാട് പറയുന്നത്. അപ്പോൾ എന്തായാലും ഒരു കവി എന്ന നിലയിൽ ലബ്ധപ്രതിഷ്ഠനായിട്ടുള്ള വി ജി തമ്പി മാഷുടെ ഈ പ്രഥമ നോവലാണ് ഇതം പാരമിതം. ഇതം പ്രഥമമായി അദ്ദേഹം എഴുതിയ നോവലാണ് വി ജി തമ്പി മാഷ് ഇതം പാരമിതം. അപ്പോൾ ഒരു കവി നോവൽ എഴുതുമ്പോൾ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം തന്നെ അടിമുടി കാവ്യാത്മകമാണ്. അദ്ദേഹത്തിൻ്റെ കവി സമാഹാരങ്ങളുടെ പുസ്തകങ്ങളുടെ പേരുകളൊക്കെ ഹവ്വ മുലപ്പാൽ കുടിക്കുന്നു, അങ്ങനെ വളരെയധികം നമ്മളെ കാവ്യാത്മകമായിട്ടുള്ള പേരുകൾ ഇടുന്ന, അല്ലെങ്കിൽ പേരുകളും അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഒരു കവി നോവലിസ്റ്റായി മാറുന്ന സാഹചര്യത്തിൽ ആ കാവ്യഭാഷയുടെ മനോഹാരിത, ഭാഷയുടെ ഒരു ധ്വന്യാത്മകത, ഈ ബിയോണ്ട് അതിൻ്റെ അപ്പുറത്ത് എന്ന് പറയുമ്പോൾ തന്നെ അതിലൊരു ധ്വനിയുണ്ട്, അതിൻ്റെ അപ്പുറത്ത് എന്ത്, അങ്ങനെ കവിതയുടെ ഒരു കവി നോവലായതിൻ്റെ ഒരു ധ്വന്യാത്മകത, അതിൻ്റെ ഒരു സൗന്ദര്യം ഈ മാഷുടെ ഈ ഇതം പാരമിതം എന്ന നോവലിലുടനീളം നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് ആത്മാന്വേഷണത്തിൻ്റെ ഒരു നോവലാണ്. അപ്പോൾ പാരമിതം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ബിയോണ്ട്നെസ് ആണ്, അപ്പുറത്തുള്ള ഒന്നാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് വായിച്ച് ഇതിൻ്റെ അപ്പുറം ഓരോരുത്തരും കണ്ടെത്തേണ്ടതാണ്. ആ നിലയ്ക്കാണ് ഈ നോവലിനെ നമ്മൾ സമീപിക്കുന്നത്. പിന്നെ ഇതിന് ഷൗക്കത്ത് എഴുതിയിട്ടുള്ളൊരു കുറിപ്പിൽ, എവിടെയും തങ്ങി നിൽക്കാതെ എല്ലാറ്റിനെയും സ്പർശിച്ചൊഴുകി അകവും പുറവും സ്ഫുടം ചെയ്തെടുക്കുന്ന ജീവിതത്തിൻ്റെ മഹാപ്രവാഹം എന്നാണ്. എവിടെയും തങ്ങി, ഒരു പ്രവാഹമാണ്. നദി എന്ന് പറയുമ്പോൾ വാഹിനി എന്നൊക്കെ പറയുമ്പോൾ അത് എവിടെയും തങ്ങി നിൽക്കുന്നില്ലല്ലോ, നിരന്തരം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണല്ലോ. അങ്ങനെ എവിടെയും തങ്ങി നിൽക്കാതെ എല്ലാറ്റിനെയും സ്പർശിച്ചൊഴുകി അകവും പുറവും സ്ഫുടം ചെയ്തെടുക്കുന്ന ജീവിതത്തിൻ്റെ മഹാപ്രവാഹമാണ്, ജീവിതമാകുന്ന ഒഴുക്കാണ് ഈ നോവൽ എന്നാണ് നമ്മുടെ ഷൗക്കത്ത് അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഈ നോവലിനെ സംബന്ധിച്ച് പറയുമ്പോൾ സന്യാസമാണ് നോവലിൻ്റെ എസൻസ് എന്ന് ഷൺമുഖദാസ് മാഷ് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ഒരു ആത്മാന്വേഷണത്തിൻ്റെ, അകത്തേക്കുള്ള നോട്ടത്തിൻ്റെ, ടേൺ ഇൻ എന്ന് പറയുന്നതിൻ്റെ, നമ്മളിലേക്ക് തന്നെ നോക്കുന്നതിൻ്റെ, അപ്പോഴാണ് നമുക്ക് ഇതിൻ്റെ ഒരു ബിയോണ്ട്നെസ് കണ്ടെത്താൻ സാധിക്കുന്നത് എന്നുള്ള വിഷയം ഈ നോവലിൽ വളരെ കാവ്യാത്മകമായി പ്രതിപാദിച്ചിരിക്കുന്നു എന്ന് ഇതിനെക്കുറിച്ച് സമഗ്രമായി പഠിച്ച് അഭിപ്രായപ്പെട്ടിട്ടുള്ള മനീഷികളെല്ലാം തന്നെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഇതിലെ ലെവിൻ എന്ന് പറയുന്ന കഥാപാത്രം, അദ്ദേഹം കേരളത്തിൽ നിന്ന് തുടങ്ങി ഭാരതത്തിൻ്റെ പല പ്രദേശങ്ങളിലൂടെ യാത്ര ചെയ്ത് ഹിമാലയത്തിലെ പല അഘോരികൾ ഉൾപ്പെടെയുള്ള പല സന്യാസിമാരുമായി ബന്ധപ്പെടുകയും കാണുകയും അങ്ങനെ അദ്ദേഹം കടന്നു പോകുന്ന ഓരോ പ്രദേശവും അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥയുമായി സിങ്കാവുക, അതുമായിട്ട് പൊരുത്തപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയിലൂടെ അദ്ദേഹം കടന്നു പോകുന്നുണ്ട്. ഇതിലെ ആത്മാരണ്യകം എന്നാണ് ഈ നോവലിൻ്റെ ആദ്യത്തെ അധ്യായത്തിൻ്റെ പേര്, ആത്മാരണ്യകം. ആരണ്യകം എന്ന് പറയാം, ആത്മാവിൻ്റെ ആരണ്യകം. ആരണ്യകം എന്ന് പറയുന്നത് ഉപനിഷത്തിലെ ഒരു ശാഖയാണ്.
അപ്പോൾ അത് ജ്ഞാനകാണ്ഡ പ്രതിപാദികം ആണ് ഈ ആരണ്യകങ്ങൾ എന്ന് പറയുന്നത്. ബ്രാഹ്മണങ്ങൾ കർമ്മകാണ്ഡം, അതുപോലെ ജ്ഞാനുഷ്ഠാനങ്ങളെ പറ്റിയും ആരണ്യകങ്ങൾ ശുദ്ധജ്ഞാനത്തെ പറ്റിയും പ്രതിപാദിക്കുന്ന ഉപനിഷൽ ഭാഗങ്ങളാണ്. അപ്പോൾ അത്തരത്തിൽ ആത്മാവിൻ്റെ ആത്മാരണ്യകം എന്നാണ് അതിന് പേരിട്ടിരിക്കുന്നത്. അപ്പോൾ ആ ഉള്ളിലേക്കുള്ള നോട്ടം അതൊരു തരത്തിൽ ഇൻഫിനിറ്റിയിലേക്കുള്ള അനന്തതയിലേക്കുള്ള നോട്ടമാണ്. അപ്പം അത്തരത്തിൽ ഒരു കാവ്യത്തിൻ്റെയും തത്വചിന്തയുടെയും ഭാവങ്ങളെ വളരെ കാവ്യാത്മകമായ ഭാഷയിൽ രചിച്ചിരിക്കുന്ന, നിബന്ധിച്ചിരിക്കുന്ന, മനോഹരമായി നിബന്ധിച്ചിരിക്കുന്ന ഒരു നിബന്ധനം കൂടിയാണ് തമ്പിമാഷയുടെ ഈ ഇദം പാരമിതം എന്ന നോവൽ. ഈ പുസ്തകത്തിൽ ഓഷോൻ്റെ ദ ബുക്ക് ഓഫ് വിസ്ഡത്തിൽ നിന്നുള്ള വരികൾ കൊടുത്തിട്ടുള്ള ഒന്ന് വായിക്കാം. ടു ദോസ് ഹു ഹാവ് ഹെൽപ്ഡ്, to those who have hindered, to those who have been indifferent. അവർക്ക് വേണ്ടി പറയുന്നതാണ്, ബി ഗ്രേറ്റ്ഫുൾ ടു ഓൾ ബിക്കോസ് ഓൾ ടുഗദർ ദേ ആർ ക്രിയേറ്റിംഗ് ദ കോണ്ടെക്സ്റ്റ് ഇൻ വിച്ച് ബുദ്ധാസ് ആർ ബോൺ, ഇൻ വിച്ച് യു ക്യാൻ ബിക്കം എ ബുദ്ധ. അപ്പോൾ ബുദ്ധന്മാർ ജനിക്കുന്ന ഒരു സാഹചര്യം, ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു സന്ദർഭം ഉണ്ടാക്കുന്നതിനെ നമ്മൾ പലരോടും കടപ്പെട്ടിരിക്കുന്നു. അങ്ങനെയാണ് ഓരോരുത്തരും ബുദ്ധന്മാരായി മാറുന്നത്. അങ്ങനെ ബുദ്ധന്മാരുണ്ടാകുന്നതിനുള്ള സാഹചര്യം സൃഷ്ടിക്കുന്നവരോട് നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം. അങ്ങനെ ഈ പുസ്തകവും നമ്മളിൽ ഓരോരുത്തരെയും ഒരു ബുദ്ധനാവാനുള്ള സാഹചര്യം സൃഷ്ടിക്കുന്നതിനുള്ള ശ്രമമല്ലേ എന്നാണ് ഞാനിപ്പോൾ ഇവിടെ ശങ്കിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ പുസ്തകത്തിലൂടെ ലെവിൻ്റെ, നായകൻ ലെവിനാണ്, അദ്ദേഹത്തിൻ്റെയും അതുപോലെ മറ്റു വഴികളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ ഓരോരുത്തർക്കും നമ്മളുടെ ബിയോണ്ട്നെസ്സിലേക്ക് കടക്കാനുള്ള ഒരു പ്രവണത ഉണ്ടാകുന്നു. ബുദ്ധൻ എന്ന് പറഞ്ഞ അനന്തമായ ബോധത്തിൻ്റെ ഒരു വ്യക്തി രൂപമാണ്. ഇദം പാരമിതം എന്ന നോവലിലൂടെ കടന്നുപോയി നമ്മൾ ഓരോരുത്തരും ഒരു പുതിയ മനുഷ്യരായി പുനർജനിക്കട്ടെ.